ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? സംസ്ഥാന ശ്രമങ്ങൾ എന്നൊരു വാക്കേ ഉണ്ടാവില്ല. ആ തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളുമായുള്ള സർക്കാരായിരിക്കും വരുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. പാവങ്ങൾ എന്ന വാക്ക് തന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ്. പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം. ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താം. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് എത്താം. എല്ലാം മേലെയാ പോവാം. ഭൂമി വേണ്ട, മഹത്തായ ചിന്താഗതി. ഭൂമി വേണ്ട, ആകാശത്തിലൂടെ പോകും. എന്നാ ചളിയായത്? ഇവര് വലിയ തമാശക്കാരായി മാറിക്കൊണ്ടിരിക്കുക. എത്ര എളുപ്പത്തിലാ മനുഷ്യരെ ചിരിപ്പിക്കാൻ പറ്റുക. അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതിന്റെ 3ാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? പണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞ് കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണെന്ന. ആളുകൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷമൊന്നും ഇല്ലെങ്കിലും ആളുകൾ ചിരിക്കുന്നുണ്ട് നന്നായിട്ട്. വലിയ സങ്കടങ്ങൾക്ക് ഇടയിലും വലിയ ദുരിതങ്ങൾക്കിടയിലും ആളുകളെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. LDF സർക്കാർ ഇനിയും വന്നാൽ അവർ ചെയ്യാൻ പോകുന്നത് പാവങ്ങൾ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് പണക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കേരളത്തിലെ കിങ് ജോങ് ഉന്നിന്റെ ഉത്തരവ് വരുമായിരിക്കും. എം വി ഗോവിന്ദന് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ എവിടെ നിന്ന് വന്ന ആളുകളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ 10-30 കൊല്ലക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച നാട്ടിൽ നിന്ന് അവർ ഇവിടേക്ക് വരേണ്ടി വന്നത്. ജനങ്ങളെ, ചെറുപ്പക്കാരെ, യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, ആദിവാസികളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ ആളുകളെ വഞ്ചിച്ച ഒരു സർക്കാരാണ്. കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ മാസപ്പടി എന്തിനാണെന്ന് പറയാൻ പറ്റാത്തത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ എല്ലാം ശരിയാക്കാൻ വന്ന പിണറായി വിജയൻ കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് പാവപ്പെട്ടവരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതാക്കി എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് വന്നപ്പോ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത് തിരുത്തപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് കാണാം. ഭരണം തുടർച്ചയോടുകൂടി തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവിടെ പാർട്ടി നാമാവശേഷമായി പോയി വന്നത് പതിരില്ലാത്തൊരു സത്യ. അരുൺകുമാർ മിണ്ടില്ല. ഇപ്പൊ ഒരു MLA പോലും ഇല്ല. ഇവര് 30-35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാളെന്ന് മിണ്ടില്ല ഇവര്. കേരളത്തിലും അത് സംഭവിക്കും. പക്ഷെ കേരളത്തിൽ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് കുറെ കൂടെ അനുഭവിക്കാനുണ്ട്. കാണുന്നിടത്ത് വെച്ച് കല്ലെടുത്തെറിഞ്ഞ് ഒടിക്കുന്ന അവസ്ഥയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് ഒടിക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി ഈ കമ്മ്യൂണിസ്റ്റുകാരെ എത്തിക്കണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭരണ തുടർച്ച കിട്ടുക തന്നെ വേണം. കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. ഒരു ഗുണവും കൂടെ ഉണ്ട്. ഞാൻ എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ഈ ഭരണ തുടർച്ച കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസിനും ഇവർക്ക് രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. 2 പ്രാവശ്യത്തിൽ കൂടുതൽ തുടർച്ചയായി തോറ്റ ഒരൊറ്റ സംസ്ഥാനത്ത് കോൺഗ്രസ് തിരിച്ചു വന്ന ചരിത്രമില്ല. ഒറ്റ സംസ്ഥാനത്ത് കോൺഗ്രസ് തിരിച്ചു വന്ന ചരിത്രമില്ല. എന്ത് പറ്റി മുത്തലീബേ? എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ. അതേപോലെ 3 തവണയിൽ കൂടുതൽ അധികാരത്തിലിരുന്ന 2-3 തവണയിൽ കൂടുതൽ അധികാരത്തിലിരുന്ന ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആട്ടപ്പടലം തീർന്നിട്ടുണ്ട്. ഫുൾ മാർക്കാ. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ വസ്തുതകളുണ്ട്. വസ്തുതകൾ നമ്മുടെ മുമ്പിൽ. ഈ 2 കാര്യം ഒരു BJP പക്ഷപാതി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെ തകരാൻ ഏറ്റവും ബെസ്റ്റ് ഈ ഇടതുപക്ഷം തിരികെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അത് സംഭവിക്കാതെ എന്റെ ഒരു നിരീക്ഷണം. BJP പക്ഷപാതികൾ ആഗ്രഹിക്കുന്നത് CPM 3ാം തവണ അധികാരത്തിൽ വരണമെന്നാണ്. അല്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഞാൻ എന്റെ മനസ്സിലെ ആഗ്രഹമാണ് പറഞ്ഞത്. കാര്യം ഈ CPM എന്ന് പറയുന്ന ഓരോരുത്തരെ ഇവരെ ഇങ്ങനെ പേപ്പട്ടിയെ പോലെ ജനം തല്ലിക്കൊല്ലുന്ന അവസ്ഥയിൽ എത്തണം. മരിക്കുന്ന
ആ അവസ്ഥയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭരണ തുടർച്ച കിട്ടണം. അതേപോലെ തന്നെ കോൺഗ്രസ് ഇല്ല, UDF എന്ന് പറയുന്ന സംവിധാനം താറുമാറായി ഇല്ലാതാവണമെങ്കിൽ അവർക്ക് തുടർച്ചയായി അധികാരം നഷ്ടപ്പെടണം. ഈ തെരഞ്ഞെടുപ്പിലും കൂടെ UDF-ന് അധികാരം നഷ്ടപ്പെട്ടാലുണ്ടല്ലോ പിന്നില്ല UDF, തീർന്നു. ഇന്ത്യയിൽ ഒരിടത്തും തുടർച്ചയായി അധികാരം നഷ്ടപ്പെട്ടിടത്ത് കോൺഗ്രസ് തിരിച്ചു വന്നിട്ടില്ല. 2-ൽ കൂടുതൽ തവണ തുടർച്ചയായി തോറ്റിടത്ത് കോൺഗ്രസ് തിരിച്ചു വന്നിട്ടില്ല. 50 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ വിഴിഞ്ഞം എഴുതി തരണമെന്ന് പറഞ്ഞതിന് ശേഷം പരിസരത്തേക്ക് പോയില്ല. സർക്കാരിന്റെ കൂടി വലിയ റോളുള്ള പദ്ധതികളാണ്. അത് രണ്ടും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ K-ഫോൺ, സ്പ്രിംഗ്ലർ, ഇതിന്റെയൊക്കെ സ്ഥിതി എന്താണ് ഇപ്പോ? അങ്ങനെ ചോദിച്ചാ K-ഫോൺ 1.25 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്ത് അത് ബഹുദൂരം മുന്നോട്ട് പോകുന്നു. അതൊരു ദീർഘകാല പരിപാടി തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ തള്ളി വീട് വരെ എത്തിക്കണേ. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ് കഴിയട്ടെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കയറില്ല. കാരണം എനിക്ക് അങ്ങനെ ഇടയ്ക്ക് കയറുമ്പോൾ ഒരു ഫ്ലോ പോകും. ഞാൻ അവസാനിപ്പിക്കാം. കേരളം തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിലും കടമെടുക്കുന്നതിന്റെ തോതിലും അതുപോലെ തന്നെ മറ്റെല്ലാത്തിലും താരതമ്യപ്പെടുത്തി പറഞ്ഞ മേഖലകൾ നിരവധി നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ബഹുദൂരം കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. എത്ര ശതമാനത്തിലാണ് കടമെടുപ്പ് ഇപ്പോൾ കേരളത്തിന്റെ കടം GDP-യുടെ 33% കേരളത്തിന്റെ കടം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റും. ദേശീയ ശരാശരി GDP-യുടെ 38%. എത്ര കേന്ദ്രത്തിന്റെ കടം GDP-യുടെ 52%. ഈ കഴിഞ്ഞ GDP-യുടെ എത്ര ശതമാനം വരെ ആകുന്നതാണ് ഒരു സുസ്ഥിരമായ അല്ലെങ്കിൽ ഇക്കോണമിയെ സൂചിപ്പിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന 28% എന്നാണ്. എന്തായാലും താങ്കൾ അതിലേക്ക് വന്നല്ലോ. മറ്റെല്ലാ സംസ്ഥാനങ്ങളും 38-ഉം കേന്ദ്രം 52 ആകുമ്പോൾ കേരളത്തിൽ അത് 32% കുറയ്ക്കാൻ കഴിഞ്ഞു എന്നും കടമെടുപ്പ് തോതിൽ കേരളം 18ാം സ്ഥാനത്തേക്ക്, ആദ്യം 6ആയിരുന്നു, 10ആയി, 12ആയി, 18ാം സ്ഥാനത്തേക്ക്. ലോകപ്പെട്ടതാണ് ഇത് പറയുന്നത്. സംസ്ഥാനങ്ങൾ 38% കടമെടുത്തിരിക്കുന്നുവെന്നാണോ ശ്രീ അരുൺകുമാർ മനസ്സിലാക്കുന്നത്? ശരാശരി ഇയാൾ എന്ത് കള്ളമാണ് ഈ പറയുന്നത്? ഇവനൊരു കുണാരനാണല്ലോ എന്റെ. ശരാശരി 38% GDP-യുടെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ 30% തനിക്ക് വായിൽ നാക്ക് വെച്ച് വല്ല തുണിക്കടയിൽ ജോലിക്ക് വെക്കൂടെ? കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ കോളേജുകളിൽ ബിരുദ സീറ്റുകൾ മാത്രം എത്ര ശതമാനം ഒഴിഞ്ഞു കിടക്കുന്നു? രാജ്യത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ബിരുദ സീറ്റുകളുടെ ശതമാനം എടുത്തു നോക്കിയാൽ കേരളത്തിൽ ഒട്ടും അധികം ഒഴിഞ്ഞു കിടക്കുന്നില്ല. നമുക്കറിയാം, ബിരുദ സീറ്റ് സ്കിൽഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ക്യാമ്പസുകളിലും സർവകലാശാലകളിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ല, കുറച്ചുപേര് ഇവിടെ കുറച്ചുപേര് ഇവിടെ അലമ്പുണ്ടാക്കാൻ തന്നെയായിട്ട് വന്നിരിക്കുന്നുണ്ട്. കേരളത്തിലെ ബിരുദ സീറ്റുകളിൽ 35%, ബിരുദാനന്തര ബിരുദ സീറ്റുകളിൽ 40% ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ്. അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ചെയ്ത് താങ്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ പറയൂ, സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ എത്രയാണ്? 10ാം സ്ഥാനത്താണ്. ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. എത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, യുക്രൈൻ ഒഴിപ്പിക്കൽ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നത് മലയാളികളായിരുന്നു. അപ്പൊ എന്തിനാണ് ഇത്രയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾ കൂട്ടത്തോടെ പോകുന്നത്? ഞാൻ ചോദിച്ചല്ലോ, സാധാരണ ബിരുദ കോഴ്സുകൾക്ക് BA ലിറ്ററേച്ചറും മറ്റും പഠിക്കാൻ ഡൽഹിയിലെ സർവകലാശാലകളും കോളേജുകളും തേടി കുട്ടികൾ, മലയാളി കുട്ടികൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇത്രയും നിലവാരമുണ്ടെങ്കിൽ. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോൾ. അതെ, നിങ്ങൾക്ക് ഈ കേരളത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എന്തെല്ലാം മേഖലയിലേക്കാ പോകുന്നത്? ഏത് നാഷണൽ എൻട്രൻസ് എഴുതിയാലും, അത് മെഡിക്കൽ ആയാലും എഞ്ചിനീയർ ആയാലും LLB ആയാലും, വിവിധ മേഖലകളിലുള്ള എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ കിട്ടുന്ന റാങ്കിന്റെ അലോട്ട്മെന്റ് ആണ്. അവരായ അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഏത് സംസ്ഥാനവും തെരഞ്ഞെടുക്കാം. അതൊക്കെ വലിയ കുഴപ്പമാണ് എന്ന രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ
കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷം സോക്കോൾഡ് ഇടതുപക്ഷമാണോ എന്നുള്ള ചോദ്യമാണ് വലിയ തോതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തിയിട്ടുണ്ടോ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചുറ്റും ഒരു പുതിയ അധികാരവർഗം രൂപപ്പെടുമെന്ന് മിലൻ ജിലാസ് 1957 തന്നെ ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുതന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിനക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം നല്ല ബുദ്ധി തോന്നിയല്ലടാ മോനെ. പാർട്ടിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് മുന്നിൽ ഒരു പുതിയ അധികാരവർഗം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകൃതമാവുകയും ചെയ്യുന്ന ലെനിനിസ്റ്റ് സംവിധാനത്തിൽ ഊടുന്നിയ ഒരു പാർട്ടി സംവിധാനവും ഒരേ ഒരാളുടെ അഭിപ്രായം കീഴിലേക്ക് മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമായി ഭരണകൂടം മാറുകയും ചെയ്യുന്ന ഗതികെട്ട കാലത്തിരുന്നു കൊണ്ടാണ് അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? സച്ചിദാനന്ദ മാഷിനെയും സാറാ ജോസഫിനെയും പോലുള്ള ആളുകൾ വളരെ കൃത്യമായി വളരെ അസന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടിക്ക് നേരെ ഇങ്ങനെ പറഞ്ഞു വെച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട് ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. പൊതു ഇടങ്ങളിലും പറയേണ്ടി വരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന് ഏൽക്കേണ്ടി വരുന്ന കനത്ത പ്രഹരമാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു വെച്ചത് എന്ന തിരിച്ചറിവ് ഈ പാർട്ടിക്ക് ഉണ്ടാവേണ്ടതാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.